ने है अपना दिया सुख हमें है कितना। न इतने तारे अंबर में, न इतने तारे अंबर में, न सागर में जल इतना। बनाया प्रभु ने है अपना दिया सुख हमें है कितना। दिया सुख हमें है कितना। शरण हारी जो हमको गोद में पाले, वो है शरण हारी जो हमको गोद में पाले। दिया जीवन नया हमको पिला कर नजरों से प्याले। है किस्मत पे हम इतराते हैं गाते हो के मत वाले। बनाया प्रभु ने है अपना दिया सुख हमें है कितना। बनाया प्रभु ने है अपना दिया सुख हमें है कितना। न इतने तारे अंबर में, न इतने तारे अंबर में, न सागर में ही जल इतना। बनाया प्रभु ने है अपना दिया सुख हमें है कितना। बनाया प्रभु ने है अपना दिया सुख हमें है कितना।
मन बुद्धि संस्कार, मैं आत्मा हूँ, मैं आत्मा हूँ, मैं आत्मा हूँ। ज्योति से धरने है प्रकाश, जहाँ नहीं धरती आकाश, ज्योति सा
मैं आत्मा हूँ। मुझ में भरे हैं गुण अपार, गुण सागर ने किया श्रृंगार, गुणों का मैं करती दान हूँ। मैं आत्मा हूँ, मैं आत्मा हूँ, मैं आत्मा हूँ। मैं आत्मा हूँ, मैं आत्मा हूँ, मैं आत्मा हूँ। ഓം ശാന്തി. ഇന്ന് രാജയോഗത്തിൻ്റെ ആദ്യ പാഠമായ ദേഹി അഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മസ്തകമധ്യത്തിൽ അത്യന്തം തേജോമയായ ഒരു കൊച്ചു ദിവ്യ നക്ഷത്രമായി ആത്മാവായ ഞാൻ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവായ ഞാൻ ഈ കണ്ണുകളിലൂടെ കാണുന്നു, കാതുകളിലൂടെ കേൾക്കുന്നു, മുഖത്തിലൂടെ സംസാരിക്കുന്നു, ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നു. ആത്മാവായ ഞാൻ ഒരു പ്രകാശപുഞ്ചമായി എൻ്റെ ഭൃകുടി സിംഹാസനത്തിൽ വിരാജമാനായിരിക്കുകയാണ്. ഞാൻ ആത്മാവ് ചിന്തിക്കുന്ന, സങ്കൽപ്പം ചെയ്യുന്ന ഒരു ദിവ്യ അലൗകിക ശക്തിയാണ്. ഞാൻ ഈ ദേഹത്തിൽ നിന്നും തീർത്തും ഭിന്നമാണ്. എന്നിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശകിരണങ്ങൾ മുഴുവൻ ശരീരത്തെയും മസ്തകം മുതൽ കാൽപാദം വരെ പ്രകാശം പരത്തുകയാണ്. ഞാൻ ആത്മാവ് ഈ പ്രകാശ ശരീരത്തിൽ മസ്തകമണിയായി ശോഭിക്കുകയാണ്.
ആത്മാവായ ഞാൻ മുകളിൽ നിന്നും പരമധാമത്തിൽ നിന്നും ഈ പൃഥ്വിയിൽ അവതരിച്ച് ഒരു ചൈതന്യ സിതാരയായി ശരീരം ധാരണ ചെയ്ത് എൻ്റെ പാർട്ട് അഭിനയിക്കുകയാണ്. എൻ്റെ അനാദി സ്വരൂപത്തിൽ ഞാൻ ഒരു ചൈതന്യ ബിന്ദു, നിരാകാരി സ്വരൂപം, അമർ, അജർ, അവിനാശി ഊർജമാണ്. ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ശരീരത്തിന് അലൗകിക ചേതന നൽകുകയാണ്. ഈ ശരീരമാകുന്ന എൻ്റെ വീട്ടിൽ ആത്മാവായ ഞാൻ ഒരു ചൈതന്യ ദീപമായി തെളിയുകയാണ്. ആത്മാവായ ഞാൻ ശാന്ത സ്വരൂപമാണ്, പവിത്ര സ്വരൂപമാണ്. ആത്മാവായ ഞാൻ ആനന്ദ സ്വരൂപമാണ്. ഈ ശരീരത്തിൽ ചാർത്തിയ തിലക സ്വരൂപമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഊർജവും ഈ ഫിസിക്കൽ ശരീരത്തിൽ നിന്നും വേർപെടുത്തി എൻ്റെ ആന്തരിക സ്പേസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആത്മാവായ എനിക്ക് 5 തത്വങ്ങളാൽ പ്രാപ്തമായ ഈ ശരീരം, എൻ്റെ ഫിസിക്കൽ ബോഡി 5 തത്വങ്ങളിലേക്ക് വിലീനമായി തീരുന്നത് ഞാൻ എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ അനുഭവം ചെയ്യുകയാണ്. Everything becomes calm and totally relaxed. ഏതാനും നിമിഷങ്ങൾ മനസ്സും ബുദ്ധിയും ബാഹ്യലോകത്തിൽ നിന്ന് ആന്തരിക ലോകത്തിലേക്ക് തിരിച്ചുവിടുക. ബാഹ്യലോകത്തിലെ ശബ്ദ തരംഗങ്ങൾ
ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഫെയ്ഡായി പോകുന്നത് ഞാൻ അനുഭവം ചെയ്യുകയാണ്. മനസ്സിൻ്റെ സ്ക്രീനിൽ ഞാനൊരു പ്രകാശബിന്ദു, പോയിന്റ് ഓഫ് ലൈറ്റ് വിഷ്വലൈസ് ചെയ്യുകയാണ്. ആത്മാവായ ഞാൻ ഈ ശരീരത്തിലെ ജീവചേതനയാണ്, ലൈഫ് ഫോഴ്സാണ്. I am a point of eternal light. ആത്മാവായ ഞാൻ ഈ ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ നടത്തിപ്പിക്കുന്ന മാസ്റ്ററാണ്. I, the being of light, the eternal soul. ആത്മസ്വരൂപത്തെ ഞാൻ ഡീപ്പായി അനുഭവം ചെയ്യുകയാണ്. I, the eternal soul, അവിനാശി ആത്മാ, ഓരോ ജന്മത്തിലും വ്യത്യസ്ത ശരീരം ധാരണ ചെയ്ത് വ്യത്യസ്ത റോളുകളിൽ ഈ സൃഷ്ടി മഞ്ചത്തിൽ കാലങ്ങൾ കഴിച്ചു വന്നു. അനേകം വിനാശി ശരീരങ്ങൾ ഞാൻ ധാരണ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും എൻ്റെ സത്യസ്വരൂപം അവിനാശിയാണ്, ശാശ്വതമാണ്. സമയാനുസാരം കാലചക്രം തിരിയുമ്പോൾ ഞാൻ അവിനാശി ആത്മാ വ്യത്യസ്ത ശരീരത്തിൽ വ്യത്യസ്ത റോളുകൾ അഭിനയിച്ച് ഇപ്പോൾ എൻ്റെ ശ്രേഷ്ഠമായ ലാസ്റ്റ് റോൾ ഈ ശരീരത്തിൽ അഭിനയിക്കുകയാണ്. ഈ അന്തിമ റോളിൽ എൻ്റെ എല്ലാ കാർമിക് അക്കൗണ്ടുകളും
സമാപ്തം ചെയ്ത് ക്ലോസ് ചെയ്ത് ഈ ദേഹത്തെയും ഇവിടെ ഉപേക്ഷിച്ച് കർമാതീതമായി പാവനമായി എൻ്റെ സ്വദേശത്തേക്ക് പ്രിയ ബാബയുടെ കൂടെ തിരിച്ചു പോകാൻ ഞാൻ എവർ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ആത്മസ്വരൂപത്തിൽ ഞാനിപ്പോൾ ഏകാഗ്രമാണ്. भगवान वाच आत्माभिमानी बनने से आप निडर बन जाएंगे. ആത്മാവായ ഞാനിപ്പോൾ നിർഭയ സ്ഥിതിയിലാണ്. ആത്മാഭിമാനിയാവുന്നതോടെ എല്ലാ വിഘ്നങ്ങളും സമാപ്തമാവുകയാണ്. ഇന്നു മുതൽ ആത്മാവായ ഞാൻ എൻ്റെ പ്രകാശ സ്വരൂപത്തിലിരുന്ന് സർവരെയും പ്രകാശ സ്വരൂപത്തിൽ കാണുകയാണ്. ഏതാനും നിമിഷങ്ങൾ പ്രകാശ ശരീരത്തിൽ ഒരു തിളങ്ങുന്ന മസ്തകമണിയായി അനുഭൂതി ചെയ്യുക. ഞാൻ ആത്മാ പ്രകാശ ശരീരത്തിൽ മുകളിലേക്കുയർന്ന് ഒരു പർവ്വത ശിഖരത്തിലിരിക്കുന്നതായി അനുഭവം ചെയ്യുക. ഞാൻ വളരെ ഉയർന്ന സ്റ്റേജിലാണ്. താഴെ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ മുഴുവനായും എളുപ്പത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഉയരത്തിലിരിക്കുമ്പോൾ സർവ്വതും വളരെ ചെറുതായി കാണുകയാണ്. മുകളിലിരുന്ന് താഴെ വിശ്വത്തിലേക്ക് നോക്കുമ്പോൾ അനേകം ജ്യോതി ബിന്ദു ആത്മാക്കൾ ഓരോരുത്തരും അവരുടെ ശരീരമാകുന്ന രഥത്തെ ഓടിച്ച് ശരീരമാകുന്ന വാഹനത്തെ ഓടിച്ചു പോകുന്നത് ഞാൻ കാണുകയാണ്. സർവ ആത്മാക്കളും വളരെ സമർത്ഥമായി ഓരോരുത്തരുടെയും സുന്ദര റോൾ അഭിനയിക്കുകയാണ്. ചിലർ മാതാക്കളുടെ റോളിൽ, ചിലർ പിതാക്കളുടെ റോളിൽ, മക്കളുടെ രൂപത്തിൽ, പതിപത്നിമാരുടെ രൂപത്തിൽ സർവരെയും ഈ ഉയർന്ന സ്ഥാനത്തിരുന്ന്
ഞാൻ സാക്ഷിയായി ഡിറ്റാച്ച്ഡായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വം മുഴുവനും നക്ഷത്രമണികളുടെ പ്രപഞ്ചമായി ഞാൻ ദിവ്യ നേത്രത്തിലൂടെ കാണുകയാണ്. സബ് ജഗമഗ് ജഗമഗ് സിതാരെ പൃഥ്വിയിൽ പ്രകാശിക്കുകയാണ്. ഓരോ നക്ഷത്ര ബിന്ദുവും അവരവരുടെ ഒറിജിനൽ സ്വരൂപത്തിൽ, അനാദി സ്വരൂപത്തിൽ വളരെ ശുദ്ധമാണ്, പവിത്രമാണ്, സത്യമാണ്, ശാന്തമാണ്. ഇത് ആത്മ അഭിമാനി സ്ഥിതിയാണ്. ദേഹഭാനം എന്നിൽ നിന്നും സ്വതവേ സഹജമായി മാറിപ്പോയിരിക്കുന്നു. ഈ ബോധത്തിൽ എൻ്റെ അനാദി ഗുണങ്ങളും സംസ്കാരങ്ങളും ഇമേർജായിരിക്കുകയാണ്. ഞാൻ ശാന്തമാണ്, പവിത്രമാണ്, സമ്പൂർണ്ണ നിർവികാരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സത്യ തപസ്യ. ഇവിടെ ഈ പ്രപഞ്ച നാടകത്തിൽ സുഖദുഃഖത്തിൻ്റെ, ജയപരാജയത്തിൻ്റെ എപ്പിസോഡുകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ ആത്മാക്കളും ഈ പ്രപഞ്ച കഥയിലെ കഥാപാത്രങ്ങളായി ഇവിടെ വന്നു കഴിഞ്ഞു, വീണ്ടും തിരിച്ചു പോകാൻ. വാസ്തവത്തിൽ ഒറിജിനലി ആത്മാവായ ഞാൻ പരമധാമ നിവാസിയാണ്. അവിടെ നിന്ന് വന്ന് ഈ ദേഹമാകുന്ന ദേവാലയത്തിൽ ഒരു മൂർത്തിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. കാലചക്രം തിരിയുന്നതോടെ വീണ്ടും എനിക്ക് എൻ്റെ ശാന്തിധാമത്തിലേക്ക് തിരികെ എത്തണം. ഞാൻ ശുദ്ധ പവിത്ര ആത്മാവ്, വളരെ സന്തുഷ്ടമാണ്. बहुत खुश हूँ, खुशी से भरपूर हूँ, सुख से भरपूर हूँ. എൻ്റെ സത്യസ്വരൂപം, അവിനാശി സ്വരൂപ, ബസ് ഏക് ഹി യാദ്. ആത്മാവായ ഞാൻ ഉയർന്നതിലും ഉയർന്നവനായ പരംപിത പരമാത്മാവിൻ്റെ
സന്താനമാണ്, പവിത്രതയുടെ ഭണ്ഡാരമാണ്. वही मेरा सच्चा बाबा है, मीठा बाबा है, बड़ा बाबा है, वही मेरा आधार है. ബാബ എന്നെ സ്വന്തമാക്കി ആത്മാഭിമാനിയായിരിക്കാൻ പഠിപ്പിച്ചു. ആത്മാവായ ഞാൻ ബാബയുടെ ഓർമ്മയിൽ ബാബയെ കൂടെ ഇരുത്തി ഓരോ കർമ്മത്തെയും സുകർമ്മമാക്കുകയാണ്. ഓരോ കർമ്മം ചെയ്യുന്നതിനു മുമ്പ് ബാബയെ ആഹ്വാനം ചെയ്യുകയാണ്. बाबा आप मेरे हो, आपको पाकर मेरा जीवन धन्य हो गया. आपको पाकर मैं बोझ से मुक्त होकर डबल लाइट बन गया. बड़ा बाबा साथ है तो चिंता की क्या बात है. ഏതുപോലെ ബാബ ഉയർന്ന സ്ഥിതിയിൽ ഉയർന്ന സ്ഥാനത്തിരുന്ന് പ്രപഞ്ചത്തിലെ കളി കാണുകയാണ്, അതുപോലെ ഉയർന്ന സ്ഥിതിയിൽ ഉയർന്ന സ്ഥാനത്ത് നിന്ന് സൃഷ്ടിയിലെ ആത്മാക്കളുടെ ലീലകൾ ആത്മാവായ ഞാൻ കാണുകയാണ്. ആരുടെയും ദുർബലതയുടെ പ്രഭാവം എന്നിലെത്താൻ ഞാൻ അനുവദിക്കുകയില്ല. സത്യബാബയുടെ അഖണ്ഡ ജ്യോതി സ്വരൂപത്തിൽ ഞാൻ ഏകാഗ്രമാവുകയാണ്. ഈ ആത്മ പരമാത്മ ബന്ധം അത്യന്തം സുഖദായിയാണ്, സ്നേഹദായിയാണ്. देखते देखते बाबा की पवित्र किरणों में समा जाए. हर श्वास से निकले मेरा बाबा, मीठा बाबा, प्यारा बाबा, सच्चा बाबा, साथी बाबा, शुक्रिया बाबा. ओम शांति.
बाबा मेरे बाबा बाबा मेरे बाबा मेरे बाबा मेरे बाबा सांस हमारी प्रभु याद में महकी महकी रहती है आपसे ही सच्ची लगन है दिल की बातें कहती है कानों में मुरली की गुंजन हमें बहुत ही
बाबा मेरे बाबा मेरे बाबा बाबा मेरे बाबा मेरे बाबा मेरे बाबा बाबा मेरे बाबा मेरे बाबा मेरे बाबा
होगी दूर अशांति, होगा विश्व का नव निर्माण। शांति के पथ पर चलो, शिव पिता की तुम संतान। शांति है स्वधर्म तुम्हारा, शांति है स्वधर्म तुम्हारा। घर तुम्हारा शांति धाम, शांति के पथ पर चलो। प्रेम शीतलता और सुख की शांति बहाए अमृत धार। तृप्त करे हर आत्मा को दिव्य गुणों का इसमें सार। चार दिशाओं में गूंजेगा शांति सागर शिव का ज्ञान। शांति के पथ पर चलो, शिव पिता की तुम संतान। शांति है स्वधर्म तुम्हारा, शांति है स्वधर्म तुम्हारा। घर तुम्हारा शांति धाम, शांति के पथ पर चलो। शिव पिता की तुम संतान, शांति के पथ पर चलो। शांति के पथ पर चलो, शिव पिता की तुम संतान। शांति है स्वधर्म तुम्हारा, शांति है स्वधर्म तुम्हारा। घर तुम्हारा शांति धाम, शांति के पथ पर चलो। शिव पिता की तुम संतान, शांति के पथ पर चलो। शांति के पथ पर चलो, शांति के पथ पर चलो। ओम शांति, ओम शांति, ओम शांति।